نختم على أفواههم وتكلمنا أيديهم وتشهد أرجلهم بما كانوا يكسبون. അടിച്ചാലോ ചീത്ത വിളിച്ചാലോ ചെറുപ്പക്കാരാം നാളെ മഹ്ശറയാണ്, മഹ്ശറയാ. ആ മഹ്ശറയിൽ വരുന്ന സമയമാ അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം, അവരുടെ നാവുകൾ സീല് വെക്കുകയാണ്. വതുകല്ലിമുനാ ഐദീഹിം, അവരുടെ കൈകൾ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാ. വതശ്ഹദു അർജുലുഹു, അവരുടെ കാലുകൾ പറയും അല്ലാഹ്, ഈ കാലിന്റെ ആരോഗ്യം വെച്ചിട്ടാണ് ഈ കൈ കൊണ്ട് ഈ ഭാര്യമാരെ തല്ലിയതെന്ന് പറയുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. അതുകൊണ്ടാണ് സൂറത്ത് യാസീൻ പറഞ്ഞതൽ യൗമ, അന്നേ ദിവസമാണ്. ഏതാണ്? മഹ്ശറയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ മുന്നില്, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ മുന്നില് നമ്മുടെ ഭാര്യമാരെ അടിച്ച ചെറുപ്പക്കാരാ, ഭാര്യമാരെ മർദ്ദിച്ച അവശരാക്കുന്ന ചെറുപ്പക്കാരാ, ഈ ദുനിയാവിൽ നിനക്ക് രക്ഷപ്പെടാം മോനെ, ഈ ദുനിയാവിൽ നിനക്ക് രക്ഷപ്പെടാമെടാ, കോടതികളിൽ നിനക്ക് രക്ഷപ്പെടാമെടാ, കോടതികളിൽ നിനക്ക് ജാമ്യമെടുക്കാവടാ, ഭാര്യയുടെ വാപ്പാണ് നിനക്ക് ചീത്ത വിളിക്കാവടാ, ഭാര്യ മാതാവിനെ ഉപദ്രവിക്കാവടാ, നിനക്ക് ഭക്ഷണം പാകം ചെയ്ത, നിനക്ക് വസ്ത്രമലക്കി തന്ന, നിനക്ക് കട്ടൻ ചായ അനത്തി തന്നവള് നീ അടിക്കുമ്പോഴും നീ ഉപദ്രവിക്കുമ്പോഴും നീ പ്രയാസപ്പെടുത്തുമ്പോൾ അവർ പൂമുഖവാതിൽ നിന്ന് പൊട്ടി പൊട്ടി കരയുമ്പോഴും സുബ്ഹാനല്ലാഹ്, എന്റെ വാപ്പാടടിക്കൽ എനിക്ക് പരാതി പറയാൻ മനസ്സനുവദിക്കുന്നില്ല, എന്റെ വാപ്പാക്കത് താങ്ങുന്നില്ല. 18 വർഷക്കാലം നൊന്ത് പ്രസവിച്ച എന്റെ ഉമ്മ എന്നെ സംരക്ഷിച്ചെങ്കിൽ, 18 വർഷക്കാലം വാപ്പ എനിക്ക് അന്നം വാങ്ങി തന്നെങ്കിൽ, വാപ്പ എനിക്ക് ബിസ്ക്കറ്റ് വാങ്ങി തന്നെങ്കിൽ, 19ാമത്തെ വയസ്സിൽ എന്നെ കെട്ടിച്ചയച്ചിട്ട് ഞാനൊരു ഭർത്താവിന്റെ പീഡനമേൽക്കുമ്പോ എങ്ങനെയാണ് എനിക്ക് എന്റെ വാപ്പായോട് പറയാൻ വരുന്നത്? ഇല്ല ഇല്ല, എന്റെ ചെറുപ്പക്കാരാ, ദുനിയാവിൽ നിനക്ക് രക്ഷപ്പെടാവടാ, നാളെ വതശ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ. ഈ മേടാവാതുക്കൽ അങ്കണത്തിലിരുന്ന് കൊണ്ടോതുന്ന ആയത്താ. ആ പരലോകത്ത് ഇതൊക്കെ താക്കി പറഞ്ഞുകൊണ്ട് മഹ്ശറയിൽ വന്ന് നിൽക്കുകയാ. നാളെ റബ്ബുൽ ഇസ്സത്തിനോട് പരാതി പറയേണ്ടി വരില്ലേ? അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിനെ പിൻപറ്റുക. ആയിഷ ബീവി റസൂലുള്ളാഹിയുടെ വഫാത്തിന് ശേഷം ചോദിച്ചു,